ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഇത് നമ്മുടെ എക്സൽ ഫയൽ അല്ലേ ഉണ്ടായിരുന്നത്. നമ്മുടെ ഇത് എക്സൽ റീഡിങ് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് നോർമലി നമ്മുടെ പ്ലേ റേറ്റിന്റെ ടെസ്റ്റ് എടുക്കാം. പ്ലേ റേറ്റ് ടെസ്റ്റ് ഫയൽ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് നമ്മളിപ്പോ കോമൺ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ കോൺഫിഗ് ഫയൽ ഇല്ലേ, പ്ലേ റേറ്റ് ഡോട്ട് കോൺഫിഗ് ഡോട്ട് ജെയ്സ്. ഈ കോൺഫിഗ് ഫയലിനകത്ത് കൊടുത്ത കാര്യങ്ങളാണ് എന്ത് നമുക്ക് ഗ്ലോബലി വർക്ക് ആയിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പൊ ഇനി നമുക്ക് കോൺഫിഗ് ഫയലിന് എന്ത് ചെയ്യാൻ പറ്റും, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് വേറൊരു കോൺഫിഗ് ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഏത് കോൺഫിഗ് ഫയൽ വേണമെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിന്റെ കോൺഫിഗ് ഫയലിൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് കോപ്പി ചെയ്ത് കോപ്പി ഇവിടെ തന്നെ പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്താൽ മതി. പേസ്റ്റ് അതിനെ റീനെയിം ചെയ്യോ, കോപ്പി എന്നുള്ളത് മാറ്റിയിട്ട് കോൺഫിഗ് 1 എന്നോ അങ്ങനെ എന്തെങ്കിലും ആക്കിക്കോ. കോപ്പി മാറ്റിയാൽ മതി, ബാക്കിയെല്ലാം സെയിം തന്നെ. 1 എന്നാക്കിക്കോ. ഓക്കെ, ഇനി ഇതാണ് എന്ത് എൻ്റെ കോൺഫിഗ് ഫയൽ. എനിക്ക് ഈ കോൺഫിഗ് ഫയലാണ് ഇനി റൺ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ടിനകത്തും സെയിം കാര്യങ്ങളല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ചേഞ്ച് വരുത്താം. നമുക്ക് ബ്രൗസർ നെയിം ഒന്ന് ചേഞ്ച് ചെയ്യാം. എഡ്ജ് ആക്കണോ? വേറൊരു ഏതെങ്കിലും ഒരു ബ്രൗസർ നെയിം കൊടുത്തേ. സജസ്റ്റ് ചെയ്യൂ. അതിനകത്ത് ഞാൻ സജഷൻ കാണിക്കാം. ഫയർഫോക്സ്. ഫയർഫോക്സ് എടുത്തു. പക്ഷേ ഈ ഫയർഫോക്സ് ഇതിലും വേണ്ടേ ആക്ച്വലി? ഇൻസ്റ്റാൾഡ് ആവണ്ടേ? ഫയർഫോക്സ് ഇൻസ്റ്റാൾഡ് ആവണ്ടേ? ഇതിനകത്തില്ലേ ഫയർഫോക്സ്? ഫയർഫോക്സ് ഉണ്ടെന്ന് തോന്നുന്നില്ല. നോക്കട്ടെ, ഒന്ന് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ നോക്കാം നമുക്ക്. ഫയർഫോക്സ് ഇൻസ്റ്റാൾഡ് അല്ല. എഡ്ജ് കിട്ടൂ. എഡ്ജിന്റെ ഏതാണെന്നറിയോ? എഡ്ജ് വെബ് സഫാരി ഉണ്ടോ അതിനകത്ത്? വേണമെന്നില്ല വെബ് കിറ്റ് യൂസ് ചെയ്ത്. അല്ല, എനിക്ക് മൈക്രോസോഫ്റ്റ് എഡ്ജ് ഉണ്ട്. അത് വെബ് കിറ്റ് ആണോ അതിന്റെ? അത് സഫാരി. ആ മുകളിൽ എഫ് ഒന്ന് കളയോ. ഓക്കെ, ഇത് കുഴപ്പമില്ല, ഇത് വർക്ക് ആവുമായിരിക്കും. നമുക്ക് ഇതിനകത്ത് ഇല്ലെങ്കിലും നോക്കാം. നമുക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ശ്രീജ്യോതി, നമ്മളിപ്പോ ചെയ്തോണ്ടിരുന്നതേ നമ്മുടെ പ്ലേ കോൺഫിഗ് ഫയൽ ഇല്ലേ, ആ കോൺഫിഗ് ഫയലിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ജസ്റ്റ് ആ ഫയലിനെ കോപ്പി ചെയ്തിട്ട് വേറൊരു ഫയൽ പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് അതിനെ റീനെയിം ചെയ്തു. ഇപ്പോൾ ആരോൺ ചെയ്തത് പ്ലേ റേറ്റ് ഡോട്ട് കോൺഫിഗ് 1 ഡോട്ട് ജെയ്സ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ അതുപോലെ ഒന്ന് റീനെയിം ചെയ്യോ. ഓക്കെ, ഇത് മൈക്രോസോഫ്റ്റ് എഡ്ജ് സപ്പോർട്ട് ചെയ്യില്ലേ പ്ലേ റേറ്റ്? ഇതിനകത്ത് ഓട്ടോമാറ്റിക്കലി സജഷൻ വന്നത്, അതായത് മൾട്ടി ബ്രൗസർ സപ്പോർട്ട് ചെയ്യും. അതിനകത്തുള്ളതാണ് ഫയർഫോക്സ്, സഫാരി അല്ലെങ്കിൽ സഫാരി തന്നെയാണ് ഈ വെബ് കിറ്റ്. പിന്നെ ഏതായിരുന്നു, ക്രോമിയം. ഇത്രേ ഉള്ളൂ. അത് വെബ് കിറ്റ് ഇങ്ങനെ കൊടുത്താൽ മതിയുടെ, അത് ബ്രൗസ് ചെയ്തോളും ഓട്ടോമാറ്റിക്കലി. ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം, വർക്ക് ആയിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് ശ്രീജ്യോതി പറയണേ. ഓക്കെ, എന്നിട്ട് നമ്മൾ രണ്ടെണ്ണത്തിലും സെയിം കാര്യം ആയതുകൊണ്ട് ജസ്റ്റ് ചേഞ്ചസ് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ബ്രൗസർ നെയിം മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തു എന്ന് മാത്രം.
ഓക്കെ ബ്രൗസർ ഒന്നില്ലെങ്കിൽ ബ്രൗസർ നെയിം ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ റെഡ്ലെസ് ഫോൾസ് ഉള്ളത് ട്രൂ ആക്കിയിടാം. കാരണം രണ്ടും എങ്ങനെയാ യൂസ് ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ഓക്കെ. ഇനി നമുക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ എല്ലാ ടെസ്റ്റും സ്പെസിഫൈ ചെയ്തിട്ട് പറയണ്ട. എനിക്ക് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ ടെസ്റ്റും എനിക്ക് ഏത് കോൺഫിഗ് ഫയലിൽ റൺ ചെയ്യണം, ഈ കോൺഫിഗ് ഫയലിൽ റൺ ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാ പറയാന്ന് വെച്ചാൽ ജസ്റ്റ് npx നമ്മുടെ നോർമൽ ടെക്സ്റ്റ് റൺ ചെയ്യാനുള്ള പോലെ തന്നെ കോഡ് അടിക്കുക. nps പ്ലെയറൈറ്റ് ടെസ്റ്റ്. ഏതെങ്കിലും ഒരു ടെസ്റ്റ് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം, ഹൈഫൺ ഓക്കെ ടെസ്റ്റ് ഡോട്ട് സ്പെക് എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ഹൈഫൺ കോൺഫിഗ് ഓക്കെ. കോൺഫിഗ് ഈക്വൽ ടു കോൺഫിഗറേഷൻ ഫയലിന്റെ പേര് പറഞ്ഞു കൊടുക്കുക. നമുക്ക് ഏത് ഫയലാണ് വേണ്ടത്? ഇപ്പൊ പ്ലെയറൈറ്റ് ഡോട്ട് config1.js. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഗറേഷൻ ഫയലിനെ നമുക്ക് കസ്റ്റം ചെയ്യാൻ പറ്റും. ഓൾറെഡി ഉള്ളതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കസ്റ്റം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെന്താവും, വെബ് കിറ്റിനകത്തായിരിക്കും റൺ ആവുക. നോക്കാം, വർക്കായി കണ്ടോ വെബ് കിറ്റ് മുകളിൽ. കമാൻഡ് ഒന്നും കൂടെ കാണിക്കാവോ? npx പറഞ്ഞോളൂ. ഒരു സെക്കൻഡ്. ഇതൊന്ന് മൈനസ് കോൺഫിഗ് ഈക്വൽ ടു അത് എത്ര? സോ ഇപ്പൊ നമുക്ക് രണ്ട് ബ്രൗസറിൽ ഇപ്പൊ റൺ ചെയ്യണമെങ്കിൽ എനിക്കിപ്പോ ഇത് ക്രോമിൽ റൺ ചെയ്യാൻ ഇതും വെബ് കിറ്റിൽ റൺ ചെയ്യാൻ ഇങ്ങനെ അങ്ങനെ മാറ്റി അങ്ങനെ കൊടുക്കുന്നതിന് വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഇതിപ്പോ ഞാൻ രണ്ട് കോൺഫിഗ് ഫയൽ പറഞ്ഞു മാത്രം. ഇനിയിപ്പോ എനിക്ക് സെയിം ബ്രൗസറിന് ഇതിപ്പോ ക്രോമിൽ ഒരു കോൺഫിഗ് ഫയല്, വെബ് കിറ്റിൽ വേറൊരു കോൺഫിഗ് ഫയല്, ഫയർഫോക്സിനകത്ത് ഇത്തിരി കൂടെ ബുദ്ധിമുട്ടല്ല. അപ്പൊ സെയിം കോൺഫിഗ് ഫയലിനകത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ബ്രൗസർ മൾട്ടി ബ്രൗസർ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം ഇത് കഴിഞ്ഞിട്ട്. ശ്രീജ്യോതിക്ക് കിട്ടിയോ? കിട്ടി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ കോൺഫിഗ് ഫയൽ സെറ്റ് ചെയ്യാം. ഇനി ബാരോണ് ചോദിച്ച പോലെ തന്നെ എനിക്ക് ഓരോ ബ്രൗസറിനും ഓരോ കോൺഫിഗ് ഫയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് തന്നെ ഓരോ പ്രൊജക്റ്റ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂസേഴ്സിന്റെ ഉള്ളിൽ എന്ത് ചെയ്ത് കൊടുക്കുക, ഒരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. യൂസേഴ്സിന്റെ ഉള്ളിൽ പ്രൊജക്ട്സ് എന്ന് പറഞ്ഞിട്ട് യൂസേഴ്സിന്റെ അണ്ടറിൽ പ്രൊജക്ട്സ് എന്നിട്ട് ഫുൾ കോളൻ ഇട്ടിട്ട് ഒരു സ്ക്വയർ ബ്രേസസ് ഒരു അറേ പോലെ പറഞ്ഞു കൊടുക്കണം നമ്മൾ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്ത് കൊടുക്കുക, ഓരോരോ എലിമെന്റ്സ് കേളി ബ്രേസസ് ഇട്ട് പറഞ്ഞു കൊടുക്കാം. അത് ഇപ്പൊ ഈ താഴെയുള്ള അത്രയും കാര്യങ്ങളില്ലേ, വീഡിയോ ഓൺ ട്രേസ് ഹെഡ്ലെസ് ബ്രൗസർ, അത്രയും കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കുക.
ഓക്കെ. ഇനി ഒരു കേളി ബ്രേസസ് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് അടുത്ത ബ്രൗസർ പറഞ്ഞു കൊടുക്കുക. അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നുള്ളത് ഇതേപോലെ ആ ബ്രൗസറിന് ആവശ്യമായ കാര്യങ്ങൾ അതിൻ്റെ അടുത്ത് അവിടെ അല്ല, കേളി ബ്രേസസ് കഴിഞ്ഞിട്ട് ഒരു അറയുടെ ഉള്ളിൽ ഒരു ഓക്കെ. ഇതിന് മുന്നേ നമ്മള് ഈ അങ്ങനെയല്ല, ഓർഡർ തെറ്റിപ്പോയടാ. പ്രൊജക്ട്സ് ഓക്കെ. പ്രൊജക്ട്സിന്റെ ഉള്ളില് ഒരെണ്ണം കൂടെ പറഞ്ഞു കൊടുക്കണം. നെയിം എന്ന് പറഞ്ഞു കൊടുക്കണം. നെയിം, അതായത് ഈ പ്രൊജക്റ്റിന്റെ നെയിം. ഓക്കെ. ആ ബ്രേസസ് കേളി ബ്രേസസ് കഴിഞ്ഞിട്ട് ഒരു പ്രൊജക്ട്സിന്റെ സ്റ്റാർട്ടിങ് എടുത്തേ, അവിടെ നമ്മൾ ഒരു ഇതും കൂടെ പറഞ്ഞു കൊടുക്കണം. കേളി ബ്രേസസ് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞു കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഈ പ്രൊജക്റ്റിന് ഒരു നെയിം ജസ്റ്റ് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ലൈനിൽ പറഞ്ഞു കൊടുക്കാം. നെയിം എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട്. എന്നിട്ട് നെയിം ആട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് ഇത് എന്തിനുള്ളതാന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. വെബ് കിറ്റ് ബ്രൗസറിനോ അല്ലെങ്കിൽ വെബ് കിറ്റെന്നോ സഫാരിന്നോ എന്ത് വേണമെങ്കിലും ഒരു കോഡ്സിനകത്ത് ഇട്ട് പറഞ്ഞു കൊടുക്കാം. കോഡ്സിനകത്ത് അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം പ്രൊജക്റ്റിന്റെ നെയിം. ഓക്കെ. ഓക്കെ. അതുപോലെ തന്നെ ആ യൂസ് എന്നുള്ള ഒരു ഇത് കണ്ടില്ലേ മുകളിലെ യൂസ്, അതിൻ്റെ ഉള്ളിലാണ് ഈ മൊത്തം എന്ത് വരേണ്ടത്, ബ്രൗസർ നെയിം തൊട്ട് വരേണ്ടത്. ആ യൂസ് അവിടുന്ന് കട്ട് ചെയ്ത് യൂസിന്റെ അത് കട്ട് ചെയ്യാം. എന്നിട്ട് അത് എവിടെ കൊടുക്കാം, നെയിം കഴിഞ്ഞിട്ട്, നെയിം വെബ്കിറ്റ് കഴിഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ. ഓക്കെ. അത് ക്ലോസിങ് കറക്റ്റ് അല്ലേ? അല്ല, അതിന്റെ ഉള്ളിലാ വരിക, പുറത്തല്ലല്ലോ, ഉള്ളിലാ വരിക. ഇതിന്റെ ഉള്ളിൽ യൂസിന്റെ ഓക്കെ, അത് അറയുടെ ഓക്കെ. ഇങ്ങനെ കൊടുക്കാം. ഇനി എനിക്ക് ഇതിനകത്ത് വേറൊരു ബ്രൗസർ കൊടുക്കണം, ഫയർഫോക്സ് കൊടുക്കണം എന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം, ആ യെല്ലോ ബ്രേസസ് കഴിഞ്ഞ് ഒരു കോമ ഇട്ടിട്ട് അടുത്തതിന് നമ്മൾ നെയിം കൊടുക്കുക. എന്നിട്ട് നെയിം എന്താണ്, ഏതെങ്കിലും ഒരു ക്രോമിയം ആണെങ്കിൽ ക്രോമ. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ കോപ്പി ചെയ്തിട്ട് യൂസിന്റെ ഉള്ളില് ആ സെയിം സാധനം കോപ്പി ചെയ്തിട്ട് ചേഞ്ചസ് വരുത്തിയാൽ മതി. നമുക്ക് എന്തൊക്കെ കൊടുക്കണോ അതൊക്കെ അതിനകത്ത് കൊടുക്കാം. ബ്രൗസറിന്റെ നെയിം ചേഞ്ച് ചെയ്യാം. ക്രോമിയം അത് ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്താൽ മതി. ഓക്കെ. ഹെഡ്ലെസ് വേണമെങ്കിൽ ട്രൂ ആക്കിയിടാം. അങ്ങനെ എന്ത് ചേഞ്ചസ് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ വേറെ ബ്രൗസർ എന്താ ഫയർഫോക്സ് വേണമെങ്കിൽ അതും യൂസ് ചെയ്യാം. ഓക്കെ. ഇതെല്ലാം പ്രൊജക്റ്റിന്റെ അണ്ടറിലായിരിക്കും വരിക. പ്രൊജക്ട്സ് എന്ന് പറഞ്ഞൊരു അറേ പോലെ അതിന്റെ അണ്ടറിൽ നമ്മൾ ഈ നെയിം എന്ന് പറഞ്ഞൊരു ഇതിന് അണ്ടറിലാണ് വരിക. ഈ നെയിം യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ പ്രൊജക്റ്റിനെ കോൾ ചെയ്യാം. അപ്പൊ എനിക്ക് ഇതിനകത്ത് നിന്ന് ഇനിയിപ്പം ക്രോമിയത്തിനെ കോൾ ചെയ്യണമെന്ന് വിചാരിക്കാം. അതായത് പ്ലെയറേറ്റ് കോൺഫിഗ് അതൊന്ന് പറഞ്ഞു കൊടുത്താണ് ചാറ്റില് മൊത്തം അല്ലേ? ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം ശ്രീജതി. ഇനി എനിക്ക് ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് സെലക്ട് ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു ബ്രൗസർ, അതായത് എല്ലാത്തിനും കൂടി സെപ്പറേറ്റ് കോൺഫിഗ് ഫയൽ അല്ല കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ എഡിറ്റ് ചെയ്തേക്കുന്നത് ഫുള്ളും കോൺഫിഗ് ബണ്ടിനകത്താണ്. മറ്റേ നമ്മൾ അതുപോലെ തന്നെ വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കോൺഫിഗ് ബണ്ടിനകത്ത് എഡിറ്റും കാര്യങ്ങളും ചെയ്തു. അപ്പോൾ എനിക്കിനി ഇത് റൺ ചെയ്യണമെന്ന് വിചാരിക്കുക. ഈ പ്രൊജക്റ്റ് ക്രോമിയം അല്ലെങ്കിൽ വെബ് കിറ്റ് റൺ ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ റൺ ചെയ്യാനുള്ള കമാൻഡ് ഇങ്ങനെയാണ് വരിക: nps playwright test. നേരത്തെ ചെയ്ത പോലെ തന്നെ കോൺഫിഗ് ഫയൽ പറഞ്ഞു കൊടുത്തതിന് ശേഷം കോൺഫിഗ് ഫയൽ ഇത്രയും കമന്റ് ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, -project
project equal to എന്ത് പറഞ്ഞു കൊടുക്കണം, പ്രൊജക്റ്റിന്റെ നെയിം. നമ്മൾ എന്ത് നെയിമാണ് കൊടുത്തത്, ക്രോം ആണെങ്കിൽ ക്രോം, വെബ്കിറ്റ് ആണെങ്കിൽ വെബ്കിറ്റ്. കോളൻ കോഡ്സ് വേണ്ട, ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം. ഇത് ഈ വെബ്കിറ്റ് എന്ന് പറയുന്നത് അതിന്റെ നെയിം ആണ്. ഇനിയിപ്പോ ക്രോം ആണെങ്കിൽ, ക്രോമിയ ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞു കൊടുക്കുക, ക്രോം എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇത് എൻ്റർ ചെയ്തേ, അപ്പോൾ ഇത് ക്രോം കൊടുത്തു. ഓക്കെ, ഇപ്പൊ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രോമിൽ റൺ ആവും. ക്രോമിൽ എന്താണ് ഹെഡ്ലെസ് ട്രൂ ആക്കിയാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണില്ല, റൺ ആവും. റൺ ആയതിനു ശേഷം ഓക്കെ പാസ്സായി. കാരണം എന്താ, ഹെഡ്ലെസ് ട്രൂ ആയിരുന്നു, അതുകൊണ്ട് അത് കാണാൻ. ഓക്കെ, ഇനിയിപ്പോൾ അത് ജസ്റ്റ് വെബ് കിറ്റിൽ റൺ ചെയ്യണമെങ്കിൽ എന്താണ് ഇതേപോലെ തന്നെ റൺ ചെയ്യാം. ഇനി രണ്ടിലും അറ്റ ടൈം റൺ ചെയ്യണമെങ്കിൽ ഇതിന്റെ കൂടെ എന്ത് ചെയ്ത് കൊടുക്കാം, -- പ്രൊജക്റ്റ് ഈക്വൽ ടു സഫാരി അല്ലെങ്കിൽ ക്രോം, അത് കഴിഞ്ഞ് വീണ്ടും -- കോമ ഇടണ്ട, ഡയറക്റ്റ് -- പ്രൊജക്റ്റ് ഈക്വൽ ടു അടുത്ത നെയിം പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇനി ഇത് രണ്ടിലും അപ്പം എന്ത് ചെയ്യും, സീരിയലി ഒരെണ്ണം കഴിഞ്ഞ് ഒരെണ്ണമായിട്ട് റൺ ചെയ്യും. ആദ്യത്തെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, രണ്ടിനകത്തും ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ മൾട്ടി ബ്രൗസറിൽ ചെക്ക് ചെയ്യാം. മനസ്സിലായോ? ശ്രീജുതിക്ക് കിട്ടിയോ? ഇനി ഇതിനകത്ത് എന്താ പറയാനുള്ളത്? ഓക്കെ, നമുക്ക് പ്രൊജക്ട്സ് ഇത്ര തന്നെ ഉള്ളൂ, പ്രൊജക്റ്റിന്റെ കാര്യം ഇത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം, റീട്രൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ടെസ്റ്റ് ഡയറക്ടറി ആ മുകളിൽ എടുത്തിടണം, മുകളിലത്തെ പാട്ട് ഏറ്റവും മുകളിലേക്ക് വരണം. ഓക്കെ, ഇതിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമുക്കിപ്പോൾ പറഞ്ഞു കൊടുക്കാം. നമ്മൾ സ്ക്രീൻഷോട്ടും ട്രേസും വീഡിയോയും ഒക്കെ പറഞ്ഞു കൊടുത്ത പോലെ എൻ്റെ ചില ടെസ്റ്റസ് ആദ്യത്തെ ടെസ്റ്റിൽ എന്താവില്ല, പാസ്സാവില്ല. അപ്പോൾ മേ ബി എന്താ ടൈം ഔട്ടോ അങ്ങനെ ഇഷ്യൂസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റിലായിരിക്കും പാസ്സാവുക. ഇങ്ങനെ രണ്ടാമത്തെ ടെസ്റ്റിൽ പാസ്സാവുന്ന, രണ്ടാമത്തെ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ പാസ്സാവുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫ്ലേക്കി ടെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ രണ്ടാമത് ടെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, പറഞ്ഞു കൊടുക്കാം. അതിനൊരു ആട്രിബ്യൂട്ട് ഉണ്ട്, റീട്രൈസ്. ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കാം, എൻ്റർ ചെയ്ത് റീട്രൈസ്. ഇതിന് നമ്മൾ എത്ര പ്രാവശ്യം റീട്രൈ ചെയ്യണം, ആദ്യത്തേല് പാസ്സായിട്ടില്ലെങ്കിൽ നമുക്ക് എത്ര പ്രാവശ്യം റീട്രൈ ചെയ്യണം എന്നുള്ള നമ്പറാ പറഞ്ഞു കൊടുക്കുക. 1 നോർമൽ നമ്പറാ, കോഡ്സ് ഒന്നും വേണ്ട, 1 2 അങ്ങനെ ഒരു നമ്പർ പറഞ്ഞു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇത് ആദ്യത്തെ പ്രാവശ്യം റൺ ആയിട്ടില്ലെങ്കിൽ എന്താവും, രണ്ടാമത്തെ പ്രാവശ്യമായിരിക്കും ഇത് ടെസ്റ്റ് റീട്രൈ ചെയ്യും. അങ്ങനെ 2 പ്രാവശ്യം റീട്രൈ ചെയ്തിട്ട് അത് പാസ്സായിട്ടില്ലെങ്കിൽ ഫെയിൽ ആവും. ആദ്യത്തെ പ്രാവശ്യം പാസ്സായില്ല, പക്ഷെ രണ്ടാമത്തെ പ്രാവശ്യം പാസ്സായി എന്ന് വെച്ചാൽ അത് പാസ്സാണ്, പക്ഷെ ഫ്ലേക്കി ടെസ്റ്റ് എന്ന് പറയും, അറിയുണ്ടാവും അത്. ഫ്ലേക്കി ടെസ്റ്റിനകത്ത് കിടക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഇപ്പൊ പാസ്സാവാൻ ചാൻസ് ഇല്ലാത്ത ഏതെങ്കിലും ടെസ്റ്റ് റൺ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ നമുക്കത് കാണാം. മൊത്തത്തിൽ ഇതിനകത്തുള്ള എല്ലാ ടെസ്റ്റും റൺ ചെയ്യിക്കുമ്പോൾ ചിലപ്പോൾ വിഷ്വൽ കമ്പാരിസൺ ഒക്കെ അങ്ങനെ റീട്രൈ ചെയ്യുന്ന കാണാം. വിഷ്വൽ കമ്പാരിസൺ ഒക്കെ മേ ബി നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച സ്ക്രീൻഷോട്ട് ആയിട്ടായിരിക്കുമല്ലോ കമ്പയർ ചെയ്യുന്നത്, നമ്മൾ ചെയ്തതല്ലേ വിഷ്വൽ കമ്പാരിസൺ. അതൊക്കെ ചിലപ്പോൾ ഫസ്റ്റ് ചെയ്യുമ്പോ ആദ്യം അത് വർക്ക് ആവില്ല, പിന്നെ രണ്ടാമത് ഒന്നുകൂടെ റൺ ആവുമ്പോഴാണ് അത് വർക്ക് ആവുന്നത്. അപ്പൊ ആ സമയത്ത് ഇത് ചെയ്താൽ വർക്ക് ആവൂലേ? അപ്പൊ അത് ഫ്ലേക്കിൽ നടക്കുന്നതാണ്. അപ്പൊ സപ്പോസ് ഇപ്പൊ ഫസ്റ്റ് ട്രൈ തന്നെ ഇത് പാസ് ആവുകയാണെങ്കിൽ എന്തായിരിക്കും, നോർമൽ റീട്രൈ ഒന്നും ചെയ്യില്ല, പിന്നെ റീട്രൈ ചെയ്യില്ല. ഫെയിൽ ആവുന്ന കേസിൽ മാത്രമാണ് അത് ഗ്ലോബലി നമ്മൾ കൊടുത്തേക്കാം. അപ്പൊ ഇതെല്ലാത്തിനും എടുക്കും റീട്രൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതേപോലെ നമ്മളിപ്പോൾ വർക്കേഴ്സ്, അതായത് ക്രോമിയും വെബ്കിറ്റും അങ്ങനെ 2 വർക്കേഴ്സിലല്ലേ നമുക്ക് റൺ ആയത്. ഇതിൽ ഇപ്പം നമുക്ക് കുറേ വർക്കേഴ്സ്, ഇപ്പോൾ ഫയർഫോഴ്സും കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറ്റ് എ ടൈം എത്ര വർക്കേഴ്സിൽ റൺ ചെയ്യണമെന്ന് ഗ്ലോബലി പറഞ്ഞു കൊടുക്കാം. എനിക്ക് 3 എണ്ണത്തിലും വർക്ക് ചെയ്യണ്ട, ഒരെണ്ണത്തിലെല്ലാം വർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 എണ്ണത്തിൽ വർക്ക് ചെയ്താൽ മതി. അതും നമുക്ക് ഗ്ലോബലി സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വർക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്.
അത് ഇവിടെ റീട്രൈ കഴിഞ്ഞിട്ടാണോ? റീട്രൈ കഴിഞ്ഞിട്ടോ. അതിനൊരു ഓർഡർ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് മുകളിലായിട്ടാ കൊടുക്കുക. ഈ ഒരു സ്ഥലത്താ കൊടുക്കുക. ഓക്കെ, വർക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതെന്താ ചെയ്യാന്ന് വെച്ചാൽ എത്ര വർക്കേഴ്സ് എടുക്കണം പാരലലി അറ്റ് എ ടൈം, എത്ര വർക്കേഴ്സിൽ റൺ ചെയ്യിക്കാം. നമ്മൾ കുറേ പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും എനിക്കിപ്പോൾ 2 വർക്ക് ചെയ്യിപ്പിച്ചാൽ മതിയെങ്കിൽ 2 കൊടുത്താൽ അത് 2 എടുക്കുള്ളൂ. ബാക്കി എന്താവും? സ്കിപ്പാവും. 2 വർക്ക് ചെയ്യുള്ളൂ. അതാണ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. 2 വർക്ക് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് എങ്ങനെ? 2 പ്രോജക്റ്റോ അതോ ഇപ്പൊ ഈ എൻഡ് ടു എൻഡ് ടെസ്റ്റ് താഴെ കണ്ടില്ലേ, റണ്ണിങ് 2 ടെസ്റ്റ് യൂസ്. നമ്മുടെ ഇതിനകത്ത് ടെർമിനലിനകത്ത് നോക്കിയാൽ റണ്ണിങ് 2 ടെസ്റ്റ് യൂസിങ് 2 വർക്കേഴ്സ്. കാരണം എന്താ, നമ്മൾ 2 വർക്കേഴ്സ് പറഞ്ഞു കൊടുത്തു. ഇനി ഞാൻ വർക്കേഴ്സ് ഇതിനകത്ത് പറഞ്ഞു കൊടുക്കാതെ ജസ്റ്റ് ഡയറക്റ്റ്ലി ഇങ്ങനെ റൺ ചെയ്യാൻ പറ്റും. NPS പ്ലെയറൈറ്റ് ടെസ്റ്റ് എൻഡ് ടു എൻഡ് ടെസ്റ്റ് -- കോൺഫിഗ് ഫയൽ വരെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അതിനകത്ത് ഞാൻ 2 പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആ വർക്കേഴ്സ് ഒന്നാക്കി കൊടുത്തേ. ഇപ്പൊ നമ്മൾ 2 വർക്കേഴ്സ് അല്ല അതിനകത്ത് കൊടുത്തേക്കുന്നത്. ആ വർക്കേഴ്സിന്റെ ആട്രിബ്യൂട്ട് ഒന്നാക്കി കൊടുത്തേ. എന്നിട്ട് പ്രൊജക്ട് നെയിം പറഞ്ഞു കൊടുക്കാതെ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് 2ലും പാരലലി സീരിയലിൽ റൺ ആവും. അപ്പൊ അതെങ്ങനെയാ നോക്കാം. ഞാൻ ഒന്നൊന്ന് പറഞ്ഞു കൊടുത്തു. ഈ പ്രൊജക്ട് ഇതിന്റെ ആവശ്യമില്ല, അത് വേണ്ട. അത് പറഞ്ഞു കൊടുക്കാതെ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരെണ്ണത്തിലേ എടുക്കുള്ളൂ. നമ്മൾ വർക്കേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒന്ന് മതിയെന്ന്. കണ്ടോ, നമ്മൾ 2 വർക്കർ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. ഇനി ആ വർക്കറിനെ കമന്റ് ചെയ്ത് കൊടുത്തിട്ട് വർക്കർ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും. വർക്കർ നമ്പർ 1 വർക്ക് നമ്മൾ വർക്കർ പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? 2 വർക്കറിലും അത് ഡിഫോൾട്ട് ആയിട്ട് തന്നെ വർക്ക് ചെയ്യും. കാരണം എന്താ, നമ്മൾ 2 പ്രൊജക്ട്സ് ആണ് നമ്മുടെ അതിനകത്ത് പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഇനി ഒന്ന് റൺ ചെയ്തോ. ശ്രീജ്യോതിക്ക് മനസ്സിലായോ? എത്തുന്നുണ്ടോ? കൂടെ സ്പീഡ് കൂടുതലാണോ? ഇല്ല, റൺ ചെയ്ത് നോക്കട്ടെ. അല്ല, അപ്പൊ ഇനിയിപ്പോ പറയണ്ടേ ഇങ്ങനെ പേര് സ്പെസിഫൈ ഇല്ല, പറഞ്ഞിട്ടില്ലെങ്കിൽ അത് 2 വർക്ക് ആയിക്കോളും. കണ്ടോ? ഓക്കെ. നമുക്ക് പേര് സ്പെസിഫൈ ചെയ്ത് അതിന് തന്നെ റൺ ചെയ്യണം എന്നുള്ള കേസസിലാണ് നമ്മൾ അത് പേര് പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോ എനിക്ക് എല്ലാത്തിനും റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. എനിക്ക് ആദ്യത്തെ 2 എടുത്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വർക്കേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് പറഞ്ഞു കൊടുക്കാം. ആക്ച്വലി വർക്കർ എന്ന് വെച്ചാൽ എന്താണ് വിനിഷ? ഈ ബ്രൗസേഴ്സ്, ഏത് ബ്രൗസേഴ്സ്, എത്ര ബ്രൗസേഴ്സിൽ വർക്ക് ചെയ്യണം എന്നുള്ളത്. പാരലൽ എത്ര എണ്ണത്തില് റൺ ചെയ്യാം, വർക്ക് ചെയ്യാന്നുള്ളത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി എന്താണ്, ഞാൻ നോക്കട്ടെ ഇനി എന്താ ഇതിനകത്ത് വിട്ടു പോയിരിക്കണ്ടേന്ന്. വർക്കേഴ്സ് പ്രൊജക്ട്സ് ഓക്കെ. ഇനി നമുക്ക് ഹെഡ്ലെസ് മോഡ്, ഈ പറഞ്ഞ പോലെ ഹെഡ്ലെസ് നമ്മൾ ചെയ്തൂല, ട്രേസ് ചെയ്തു. ഇഗ്നോർഡ് പെർമിഷൻ. വേറെന്താണ്, വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തതല്ലേ. ഓക്കെ, നമുക്ക് ചില കേസസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പെർമിഷൻസ് മീൻസ് ചില ആപ്പൊക്കെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. ലൊക്കേഷൻ പെർമിഷൻ വേണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് പെർമിഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പൊ അത് ഏതെങ്കിലും ഒരു ബ്രൗസറിന്റെ ഉള്ളിൽ കൊടുക്കാം, ഒന്നല്ലെങ്കിൽ വെബ്കിറ്റിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് ഇങ്ങനെ കൊടുക്കുക. ഇതാണ് പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പെർമിഷൻസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, അതിനകത്ത് ഇപ്പോൾ എനിക്ക് ലൊക്കേഷൻ ഓൺ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു സ്ക്വയർ ബ്രേസസിനകത്താണ് പറഞ്ഞു കൊടുക്കുക. സ്ക്വയർ ബ്രേസസിനകത്ത് സിംഗിൾ കോഡ്സ് എടുത്തേ. ഇനി ജിയോ ലൊക്കേഷൻസ് പറഞ്ഞു കൊടുക്കുക. ലൊക്കേഷൻ ജിയോ പക്ഷെ ഒന്നും കാണിക്കുന്നില്ല. അതെന്താ കാണിക്കാത്തത്? കാണിക്കാറുണ്ട്. വയറില് സിംഗിൾ കോഡ്സ്. പെർമിഷൻസ് ഓക്കെ ആണ്. ഓക്കെ, വരുന്നത് കാണുന്ന നോക്കട്ടെ.
ജിയോ ലൊക്കേഷൻ ലൊക്കേഷൻസ് എന്നില്ല, ലൊക്കേഷൻ, ജിയോ ഓക്കെ ലൊക്കേഷൻ. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഇപ്പൊ ലൊക്കേഷനോ കാര്യങ്ങളൊക്കെ ആക്സസ് കൊടുക്കണേ, ചിലതിനകത്ത് വരുമല്ലോ പെർമിഷൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പെർമിഷൻസ്. ഇനി ഇതേപോലെ നമുക്ക് ഓഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഈ രീതിയിൽ തന്നെ പെർമിഷൻസ് ആക്സസ് കൊടുക്കാൻ പറ്റും. ഓക്കെ പിന്നെ നമുക്ക് പറയാനുള്ള കാര്യമാണ്, നമ്മൾ ചില സൈറ്റിനകത്ത് കയറുമ്പോൾ അതെന്താ സെക്യൂർ അല്ല, SSL സർട്ടിഫിക്കറ്റ്, എന്താ പറയാ, SSL സർട്ടിഫിക്കറ്റ് വേണം, അത് സെക്യൂർ അല്ല എന്ന് പറഞ്ഞ് ക്ലോസ് ആയി പോകാറുണ്ട് ചിലതിനകത്ത്. അപ്പോൾ ഓക്കെ അതിനെ ഇഗ്നോർ ചെയ്യാം. SSL സർട്ടിഫിക്കറ്റിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അതിനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അട്രിബ്യൂട്ട് ഉണ്ട്. ചിലതിനകത്ത് അത് ഓക്കെ, കുഴപ്പമില്ല, നമ്മൾ ഇഗ്നോറിങ് മീൻസ് അതിനെ ഇൻഡു അടിച്ച് കളയില്ലേ നമ്മള്, അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഗ്നോർ HTTP എറേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അത് തന്നെ, അത് ട്രൂ ആക്കിയിടുക. അത് ട്രൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ട്രൂ ആക്കിയിടാൻ പറ്റും. ഓക്കെ ഇത് ആക്ച്വലി എന്തെങ്കിലും എറർ ആക്ച്വലി പോപ്പപ്പ് വരുന്നു, പോപ്പപ്പ് ആണ്. എറേഴ്സ് മീൻസ് SSL സർട്ടിഫിക്കറ്റിന്റെ എറർ അല്ലേ. ചിലതിനകത്ത് HTTP അല്ലാതെ HTTP എന്ന് പറഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഇത് SSL സർട്ടിഫിക്കറ്റ് അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓൾറെഡി ഒരു ഇൻഡു ക്ലിക്ക് ചെയ്യണം. അതായത് ക്യാൻസൽ ചെയ്തിട്ട് അതിനെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മൾ വീണ്ടും അതിനകത്ത് തന്നെ സൈറ്റിനകത്ത് കയറില്ലേ, അതിന് വേണ്ടിയിട്ട്. ഓക്കെ ഇനിയാണ് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിങ്. നമ്മൾ ഇത് ചെയ്യില്ലേ, അല്ല ഇപ്പൊ ഞാൻ സപ്പോസ് ഇപ്പൊ റൺ ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരില്ലല്ലോ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സൈറ്റ്സിനകത്ത് അങ്ങനെ SSL സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ അങ്ങനത്തെ കേസിനകത്ത് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നു മാത്രം. നമ്മൾ കുറെ കോൺഫിഗ് ഫയലിനകത്ത് കുറെ കാര്യങ്ങൾ നമ്മൾ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു തന്ന് നമുക്കത് ഫില്ല് ചെയ്യാം. അതാ ചെയ്യുന്നത്, ഓരോന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ റെസ്പോൺസീവ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യും. അതായത് ഓരോ പോർട്ടിനകത്തും ഇത് കറക്റ്റ് ആണോ, ഇതിന്റെ ആക്സസ് ഇത് റെസ്പോൺസീവ് ആണോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാനുവലി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഡിവൈസിന്റെ വിഡ്ത്തും ഹൈറ്റും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ചാൽ എന്തായിരുന്നു, വ്യൂ പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. വ്യൂ പോർട്ടിനകത്ത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഒരു കേളി ബ്രേസസിനകത്ത് ഓക്കെ എന്ത് പറഞ്ഞു കൊടുക്കണം, വിഡ്ത്ത് നമുക്കിപ്പോ എന്തോരം വിഡ്ത്ത് വേണം, ഒരു നോർമലി കോഡ്സ് ഒന്നും വേണ്ട, നോർമലി വിഡ്ത്ത്, എന്നിട്ട് എത്ര വിഡ്ത്ത് വേണം, 1000 അല്ലെങ്കിൽ 700 അങ്ങനെയാണ് വിഡ്ത്ത് വെച്ചാൽ ആ ഒരു വിഡ്ത്തിനകത്ത് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഒരു നോർമൽ വിഡ്ത്ത് പറഞ്ഞു കൊടുത്തേക്കും. ഓക്കെ, ഹൈറ്റ് അതുപോലെ തന്നെ ഇതിനകത്ത് കോമ ഇട്ടിട്ട് ഹൈറ്റും പറഞ്ഞു കൊടുക്കാം. ശ്രീജ്യോതി ഒപ്പം എത്തുന്നില്ലേ? എത്തിയിട്ടില്ല. എന്നിട്ട് പറയാം, ഒരുമിച്ച് എത്തിയിട്ട് പറയാം. എത്തിയ പറയണേ. സോ ഇത് ഡൈനാമിക്കലി ചെക്ക് ചെയ്യുന്നു അങ്ങനെയാണോ? അല്ല നമുക്കിപ്പോ സ്പെസിഫിക്കലി പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു ഡിവൈസിനകത്ത് വേണമെങ്കിൽ അങ്ങനെയും പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിനകത്ത് റൺ ചെയ്ത് നോക്കാം. അതായത് ഇത് വെബ് കിറ്റിനകത്തല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, ഈ വെബ് കിറ്റിനകത്ത് ഇതൊന്ന് റൺ ചെയ്ത് നോക്ക്. അപ്പൊ ഈ ഒരു ഹൈറ്റും വിഡ്ത്തും ആണ് എടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ നോർമലി ചെയ്ത വെബ് കിറ്റ് അല്ലേ വരുള്ളൂ, വർക്കർ വന്നു കൊടുത്തേക്കാം. ഓക്കെ, അതിന്റെ ഹൈറ്റും വിഡ്ത്തും മാറിയിട്ടുണ്ട്. ഇനിയിപ്പോ ഹൈറ്റും ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തൊക്കെ, ഹൈറ്റും വിഡ്ത്തും 700 തന്നെ കൊടുത്താൽ കുറച്ചും കൂടെ വ്യത്യാസം മനസ്സിലാവും നമുക്ക്. ചെറുതായിട്ട് തന്നെ ഇരിക്കുമല്ലോ, കുറച്ചും കൂടെ ചെറുതായി കാണും. കുറച്ചും കൂടെ ചെറുതായി അതിന്റെ ഹൈറ്റും വിഡ്ത്തും. ഇങ്ങനെ നമ്മൾ മാനുവലി പറഞ്ഞു കൊടുത്തിട്ട്. ശ്രീജ്യോതി ഇത്രയും ഇതുവരെ റൺ ചെയ്തോ? ഓക്കെ, എത്തിയിട്ട് പറയണേ.
സോ നമ്മളിപ്പോ ഇത് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്ക്രീൻ സൈസ് ടച്ച് ചെയ്ത് മൊത്തത്തിൽ എടുക്കും. അങ്ങനെയല്ലേ? ഓക്കെ. ഇനിയിപ്പോ ഇതിപ്പോ നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്ന ഒരു ഹൈറ്റും വിട്ടും അല്ലേ, ഇത് ചേഞ്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഡിവൈസിന്റെ ഹൈറ്റും വിട്ടും വേണമെങ്കിൽ അതും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ശ്രീജ്യോതി ഇത്ര എത്തണ്ടേ. പക്ഷെ വിട്ടും ഹൈറ്റ് മാറിയിട്ടില്ല. മാറിയില്ലേ? ഒന്ന് ഷെയർ ചെയ്ത് നോക്കട്ടെ. സ്ക്രീൻ കാണാവോ? 500. അത് വിട്ട് 2000 ഒക്കെ അല്ലേടാ കൊടുത്തേക്കുന്നത്. ഹൈറ്റ് അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വിട്ട് ഒന്ന് കുറച്ച് കൊടുത്തേ. വിട്ട് ഒരു 500 തന്നെ കൊടുത്തേ. ഹൈറ്റ് ഹൈറ്റ് 500 തന്നെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല. ഇനി ഒന്ന് റൺ ചെയ്തേ. ഇതാണോ എക്സ്പെക്റ്റഡ്? നോക്കട്ടെ. എനിക്ക് ലോഡ് ആവുന്നില്ലടാ. ഞാൻ ചിലപ്പോൾ നോക്കട്ടെ. ഇത് തന്നെയല്ലേ നേരത്തെ? ഒന്ന് മാറ്റി കൊടുത്തേ. ഇപ്പൊ ഒരു 1000 കൊടുത്തേ. ചേഞ്ച് വരുന്നതാണ്. വിത്ത് ഒന്ന് 1000 കൊടുത്തേ. ഇപ്പൊ വ്യത്യാസം തോന്നുന്നില്ല കേട്ടോ. ഒരു കാര്യം ചെയ്യേ, ഒരു 200 കൊടുത്തേ. ഇതിനകത്ത് റൺ ആവുന്നേ ബ്രൗസർ പ്രൊജക്റ്റിന്റെ നെയിം ഇതിപ്പോ ഏതിനകത്താ കൊടുത്തേക്കുന്നത്? കോൺഫിഗ് ഫയല് വെബ് കിറ്റിനകത്താ. കോൺഫിഗ് ഫയലും പറഞ്ഞു കൊടുത്തിട്ടില്ല, പ്രൊജക്റ്റിന്റെ നെയിമും പറഞ്ഞു കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഡിഫറൻസ് കാണാത്തത്. നമ്മുടെ കോൺഫിഗ് ഫയൽ പറഞ്ഞു കൊടുക്കണം ആദ്യം, ഈ കോൺഫിഗ് ഫയലാണെന്ന്. എന്നിട്ട് അതിനകത്ത് വർക്കേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എന്ത് വേണം, പ്രൊജക്ട് നെയിമും കൂടെ പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ കൊടുത്തത് ക്രോം അല്ലേ? നമ്മള് കോഡ് ചെയ്തേക്കുന്നത് വെബ് കിറ്റിലല്ലേ? പക്ഷെ ശ്രീജ്യോതി ഒന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ. കോൺഫിഗ് ഫയൽ പറഞ്ഞു കൊടുത്തായിരുന്നു? ഇല്ല. അല്ല, നേരത്തെ ഇപ്പൊ കൊടുത്തത് ക്രോം ആയിട്ടാ കൊടുത്തേ. നേരത്തെ ഇപ്പൊ കമന്റ് ക്രോം മാറ്റി അത് വെബ് കിറ്റ് ആക്കി. ഇതാണ് കമന്റ്. ക്രോം മാറ്റി വെബ് കിറ്റ് ആക്കിയാൽ മതി. നിങ്ങൾ വെബ് കിറ്റിനകത്തല്ലേ ഇത്രയും കാര്യങ്ങൾ കൊടുത്തേക്കുന്നത്? ഇതിനകത്ത് എന്താ, സിസ്റ്റം ഈസ് മിസ്സിംഗ് ഡിപ്പെൻഡൻസി, ബ്രൗസർ വെബ് കിറ്റ് സ്ക്രീൻഷോട്ട്. വെബ് കിറ്റിനകത്ത് ഇത് വെബ് കിറ്റിന് ഇതിന് മുന്നേ വർക്ക് ആയിട്ടുണ്ടായിരുന്നോടാ? റൺ ചെയ്തിരുന്നില്ല. ഫയർഫോക്സിന് വെബ് കിറ്റ് ഇതിനകത്ത് വെബ് കിറ്റിൽ റൺ ചെയ്യാനുള്ള ഇതില്ലെന്നാ പറയുന്നത്. ഫയർഫോക്സ് ആക്കിയാലോ? അതൊന്ന് ബ്രൗസർ നെയിം ഫയർഫോക്സ് ആക്കി അതിന് മുന്നേ ആ എറർ ഒന്ന് കാണിച്ചേടാ. നോക്കട്ടെ കേട്ടോ. ഓക്കെ, അതൊന്ന് പ്രൊജക്ട് നെയിം മാറ്റി കൊടുത്ത് വേറൊരു വെബ് കിറ്റിന് പകരം ഫയർഫോക്സ് എന്തെങ്കിലും ആക്കി എന്നിട്ട് റൺ ആവുന്നുണ്ടോ നോക്കിയാൽ. അല്ല, പ്രൊജക്ട് നെയിം മാറ്റിയായിരുന്നോ? ഇല്ലല്ലോ, ബ്രൗസർ നെയിം മാത്രമല്ലേ മാറ്റിയുള്ളൂ.
ബ്രൗസർ നെയിം പ്രൊജക്റ്റിന്റെ നെയിം അപ്പൊ അത് കൊടുത്താൽ മതി എന്ന് മാത്രം. ആ നെയിം കൊടുത്ത് റൺ ചെയ്യിക്കണമെന്ന് മാത്രം. പ്രൊജക്റ്റ് ഇവിടെ ഫയർഫോഴ്സിന് പകരം എന്ത് ചെയ്യണം, ആ നെയിം കൊടുത്ത് റൺ ചെയ്യിക്കണം. കണ്ടോ, ആ നെയിം ഇല്ല, വെബ്കിറ്റ് ക്രോം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് ഏത് നെയിമാണോ കൊടുത്തേക്കുന്നത് ആ നെയിം യൂസ് ചെയ്യണം, അവിടെ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ. അല്ല, എനിക്ക് മനസ്സിലായില്ല. അതായത് ഇവിടെ ഞാൻ പ്രൊജക്റ്റ് ഈക്വൽ ടു ക്രോം എന്നാ കൊടുത്തത്. അപ്പൊ പക്ഷെ നമ്മൾ ഇവിടെ കൊടുക്കുന്നത് പ്രൊജക്റ്റിന്റെ നെയിമാ കൊടുക്കുന്നത്. നെയിം ഇപ്പോഴും വെബ്കിറ്റ് അല്ലേ കിടക്കുന്നത്. അപ്പൊ ഒന്നല്ലെങ്കിൽ വെബ്കിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യാ, ചേഞ്ച് ചെയ്യാം. പ്രൊജക്റ്റ് ഈക്വൽ ടു വെബ്കിറ്റ് കൊടുത്തു, ഇവിടെ വെബ്കിറ്റ് എന്നാണ്. ഓക്കെ, മതിയല്ലേ? ആദ്യത്തെ നോക്കിയേ, ആദ്യത്തെ പ്രൊജക്റ്റിന്റെ നെയിം വെബ്കിറ്റാ. നമ്മള് പ്രൊജക്റ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞു കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ നെയിമാ കൊടുക്കുന്നത്, പ്രൊജക്റ്റിന്റെ നെയിമാ കൊടുക്കുന്നത്, അല്ലാതെ ബ്രൗസർ നെയിം അല്ല നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എനിക്കിപ്പോ ഫയർഫോഴ്സിൽ റൺ ചെയ്യണമെങ്കിൽ എന്ത് പറഞ്ഞു കൊടുക്കണം, നെയിം പ്രൊജക്റ്റ് ഈക്വൽ ടു ഫയർഫോഴ്സ് എന്നല്ല പറഞ്ഞു കൊടുക്കണ്ടേ, വെബ്കിറ്റ് എന്ന് പറഞ്ഞു കൊടുക്കണം. പ്രൊജക്റ്റിന്റെ പ്രൊജക്ട് നെയിം ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, ബ്രൗസർ നെയിം അല്ല. ആ വെബ്കിറ്റ് എന്നുള്ളത് കണ്ടോ, വെബ്കിറ്റ് ഇപ്പൊ സെലക്ട് ചെയ്തേക്കുന്ന വെബ്കിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തേ, അപ്പൊ നമുക്ക് ഫയർഫോഴ്സിൽ റൺ ആവും. മനസ്സിലായോ? വെബ്കിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്യുമ്പോൾ ഫയർഫോക്സിൽ റൺ ആവും. കാരണം അവിടെ കൊടുത്തേക്കുന്ന നെയിമാ നമ്മുടെ, അവിടെ എന്ത് പേരാണ് കൊടുക്കുന്നത് ആ പേരാ വർക്ക് ആവുക. ഓക്കെ, ഇപ്പൊ ഇത് റൺ ചെയ്യട്ടെ. ഇപ്പൊ ചേഞ്ച് ചെയ്ത് കൊടുത്തോ വെബ്കിറ്റ് എന്ന്? ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്തേ. റണ്ണായോ? ഈ ജിയോ ലൊക്കേഷൻസ് ഇല്ലടാ, ജിയോ ലൊക്കേഷൻ കേട്ടില്ല. പെർമിഷൻസിനകത്ത് ജിയോ ലൊക്കേഷൻസ് എസ് ഇല്ല, ജിയോ ലൊക്കേഷൻ ഒരു എസ് കൊടുത്തിട്ടില്ലേ, പെർമിഷൻസ് അതിന്റെ ഉള്ളില് ജിയോ ലൊക്കേഷൻസിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ, പെർമിഷൻസിന്റെ ഉള്ളില് അത് എസ് വേണ്ട, ജിയോ ലൊക്കേഷൻ മാത്രം കൊടുത്താൽ മതി. ലൊക്കേഷൻ മതി അല്ലേ? അതെ. ചെറുതായിട്ട് മനസ്സിലായി. അങ്ങനെ ഇനി നമുക്ക് ഇപ്പൊ നമ്മള് മാനുവലി പറഞ്ഞു കൊടുത്തു ഹൈറ്റും വിഡ്ത്തും എല്ലാം. ഇനി അതിന് പകരം നമുക്ക് എന്ത് ചെയ്യണം, ഹൈറ്റും വിഡ്ത്തും പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എനിക്ക് ഒരു ഐഫോണിന്റെ ഇതിനകത്ത് അല്ലെങ്കിൽ സാംസങ് ഗാലക്സിയുടെ അകത്ത് എന്ത് ചെയ്യണം, എൻ്റെ ടെസ്റ്റ് റൺ ചെയ്യണം എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഡിവൈസിന്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം അതിന് ഇതിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്, ഡിവൈസസ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഡിവൈസസ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ഡോട്ട് 3 ഡോട്ട് ഇട്ടടാ, എന്നിട്ട് അങ്ങനെയാ വർക്കാവും. 3 ഡോട്ട് ഡിവൈസസിന് തൊട്ട് മുന്നേ 3 ഡോട്ട്, എന്നിട്ട് ഡിവൈസസ്, എന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കാം, ഒരു സ്ക്വയർ ബ്രേസസ് ഇട്ട് കൊടുക്കാം. കോളം വേണ്ട, വേണ്ട കോളം വേണ്ട. എന്നിട്ട് പറഞ്ഞു കൊടുക്കുക ഏത് ഡിവൈസ് ആണ്, സിംഗിൾ കോഡ്സ് ഇട്ട്, അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണാൻ പറ്റും. കണ്ടോ, ഇത്രയും ഡിവൈസസ് ഉണ്ട്, ഇതിനകത്ത് ഏത് ഡിവൈസ് വേണമെങ്കിലും എന്ത് ചെയ്ത് കൊടുക്കാം, നമുക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ആ ഡിവൈസിൽ അതെന്താവും, റൺ ആവും. വ്യൂ പോർട്ടും ഡിവൈസസും കൂടെ ഒരുമിച്ച് വർക്കാവില്ല, കാരണം ഏതെങ്കിലും ഒരെണ്ണം. അപ്പോൾ വ്യൂ പോർട്ട് ഇപ്പോൾ കമന്റ് ചെയ്തിട്ടെ. ഓക്കെ, കാരണം എന്താ, രണ്ടും നമ്മൾ റെസ്പോൺസീവ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി ഇതൊന്ന് റൺ ചെയ്തേ. ആരോണ്ട് മനസ്സിലായോ? മനസ്സിലായി. റൺ ചെയ്യാം. ഇതെന്താ, ഇത് ഫയർഫോഴ്സ് സപ്പോർട്ട് ചെയ്യില്ല മൊബൈൽ വേർഷനകത്ത്, അത് റെസ്പോൺസീവ് അല്ലാത്തത് കൊണ്ടാണ്. അതായത് അത് ആ ഒരു ഇത് റെസ്പോൺസീവ് അല്ല, അതുകൊണ്ടായി അറിഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഇത് ഫയർഫോക്സ് മാറ്റി ക്രോം ആക്കിയാലോ? ക്രോമിനകത്ത് ചിലപ്പോൾ അത് ഈ സാധനം ഡിവൈസസ് എന്ന് പറഞ്ഞ സാധനം
നമ്മുടെ താഴത്തെ പ്രൊജക്റ്റിനകത്ത് കൊടുത്തിട്ട് ക്രോമിനകത്ത് കട്ട് ചെയ്തിട്ട് അവിടെ കൊടുത്തിട്ട് എന്നിട്ട് അത് റൺ ചെയ്യിപ്പിക്കും. ഓക്കെ. അതിനകത്ത് ഇത് റെസ്പോൺസീവ് അല്ല, അതാണ് ഇഷ്യൂ. ഈ നെയിം മാറ്റി കൊടുക്കട്ടെ, ക്രോം വേറെന്തേലും? ക്രോം പ്രൊജക്റ്റ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കും, ക്രോം പ്രൊജക്റ്റ്. അപ്പോൾ കൺഫ്യൂഷൻ ആവില്ല. അപ്പോൾ ഈ നെയിമാണ് നമ്മൾ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ നെയിം വിളിച്ചിട്ടാണ് നമുക്ക് റൺ ചെയ്യിക്കേണ്ടത്. പാസ്സായി. അത് ഹെഡ്ലെസ് മോഡിലാണ്. അത് ട്രൂ മാറ്റി ഫോൾസ് ആക്കിയടാ. ഓക്കെ, അത് ഇതിനകത്ത് സപ്പോർട്ടായി, ക്രോമിനകത്ത് അത് സപ്പോർട്ടായി. ഓക്കെ, ഇത്രയും മനസ്സിലായോ? ഇതാണ് നമ്മുടെ കോൺഫിഗ് ഫയൽ. നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഒരു കോൺഫിഗ് ഫയൽ ഉണ്ടാക്കി, അത്രയും കാര്യങ്ങൾ. ഓക്കെ ഓക്കെ അല്ലേടാ? ഓക്കെ. ഇനി നമുക്കുള്ളത് റിപ്പോർട്ടിംഗ് ആണ്. അതിന് പിന്നെ ഒരു മിനിറ്റ്, 2 മിനിറ്റ് ഞാൻ ഇപ്പോൾ വരട്ടാം. നിങ്ങളിത് ഇതൊന്ന് നോക്ക്, ഞാനിപ്പോൾ വരാം. ഇനി നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ HTML റിപ്പോർട്ടല്ലേ ചെയ്തത്, അത് മാറ്റി നമ്മൾ ജസ്റ്റ് പുതിയൊരു റിപ്പോർട്ടിംഗ് നോക്കാം. അതിന് മുന്നേ ഒരു 2 മിനിറ്റ്. ഓക്കെ. ഓക്കെ, നമുക്കിനി അലൂർ റിപ്പോർട്ടിംഗ് നോക്കാം. അതായത് നമ്മൾ ഇത്രയും നേരം HTML റിപ്പോർട്ടിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ അലൂർ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ. ഓക്കെ, നമുക്കിനി റിപ്പോർട്ടിംഗ് നോക്കാം. HTML റിപ്പോർട്ടിങ്ങിന് പകരം നമ്മൾ പുതിയൊരു റിപ്പോർട്ടിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് HTML റിപ്പോർട്ട് പോലെ തന്നെ നമുക്ക് റിപ്പോർട്ട് ഒരു ജനറേറ്റ് ചെയ്ത് തരും. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അലൂർ റിപ്പോർട്ടിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ മീൻസ് അതിൻ്റെ ഇൻ്റർഫേസ് കാണാൻ കുറച്ച് ഗ്രാഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടെ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇപ്പം നമുക്ക് നോർമൽ ഒരു HTML റിപ്പോർട്ടല്ലേ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് ഇതിൻ്റെ അലൂർ റിപ്പോർട്ട് യൂസ് ചെയ്യാം. അലൂർ റിപ്പോർട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണം, ഇതിനെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് തേർഡ് പാർട്ടിയാണ്, ഇതിനകത്ത് ഉള്ളതല്ല. നമ്മൾ ഇതിനകത്ത് റിപ്പോർട്ടർ HTML എന്ന് കൊടുത്ത പോലെയല്ല. നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ടെർമിനലിനകത്ത് npm ഇൻസ്റ്റാൾ ഒരു വരച്ച് ബ്രൗസറിൽ അതിൻ്റെ ഇതുണ്ടാവും, ബ്രൗസ് ചെയ്ത് അലൂർ റിപ്പോർട്ടിംഗ് ബ്രൗസ് ചെയ്തേടാ. റിപ്പോർട്ട് അതെ, അതിനകത്ത് പ്ലേ റേറ്റ് ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോഡ് npm ഇൻസ്റ്റാൾ അലൂർ പ്ലേ റേറ്റ്. അത് അടിച്ചു കൊടുക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. അത് കൊടുക്കാം, അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
npm install playwright. ഓക്കെ, എന്നാൽ ശരി, അത് തന്നെ കോപ്പി ഇത് ചെയ്ത് ഏത് എടുത്തിട്ട് വെബ്സൈറ്റാ? അല്ലൂറിന്റെ ഒഫീഷ്യൽ ആണോ അതോ മറ്റേ? ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒരു npm എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതായിരിക്കും വരും അടിച്ചു കൊടുക്കുമ്പോൾ. ഒന്ന് കാണിച്ചു കൊടുത്തേടാ ശ്രീജ്യോതി. ഫസ്റ്റ് വെബ്സൈറ്റ് ഒരു ബാക്ക് അടിച്ച് കാണിച്ചു കൊടുത്തേടാ. അല്ല വെബ്സൈറ്റിൽ നമ്മൾ ഫസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ എവിടെ എടുത്തെന്നുള്ളതായിരുന്നു. ഓക്കെ, അതിനകത്തുനിന്ന് ആ ഇൻസ്റ്റാളേഷൻ npm d അത് കോപ്പി ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം ആദ്യം. ഇതൊരു തേർഡ് പാർട്ടി പ്ലഗിൻ ആണ്. അപ്പൊ നമ്മുടെ playwright.config ഫയലിനകത്ത് എന്ത് വന്നിട്ടുണ്ട്? package.json എടുത്തേടാ. ഇൻസ്റ്റാൾ ആയോ അരുണിന്റെ? ഇല്ല, എനിക്ക് ആ npm ഒരു ഞാൻ അങ്ങനെ സെർച്ച് അല്ല, എന്നാ കോഡ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേടാ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള. ഇതിനകത്ത് ആക്ച്വലി ഓക്കെ, ഇതിനകത്ത് വേറെ രണ്ട് രീതി കാണുന്നുണ്ട്. npm install -g allure എന്ന് കാണുന്നുണ്ട്. അപ്പൊ പക്ഷെ ശ്രീധരൻ ചെയ്തത് വേറെയാണല്ലോ. ജി മീൻസ് രണ്ട് രീതിയിലും ചെയ്യാം. ജി മീൻസ് അത് ഗ്ലോബലി ആ ഫോൾഡറിൽ മൊത്തം, അതായത് ആ ഒരു ഇത് മൊത്തം. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഡിപ്പെൻഡൻസീസിൽ ഓട്ടോമാറ്റിക്കലി അത് സേവ് ചെയ്ത് വെക്കാം. മീൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഫയല് നമ്മൾ ഗിറ്റിനൊക്കെ ഇട്ടു. ഗിറ്റിനകത്ത് നിന്ന് വേറൊരാൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ, അതായത് ക്ലോൺ ചെയ്തെടുക്കാൻ പറയും. ഗിറ്റിന്ന് ക്ലോൺ ചെയ്തെടുക്കുമ്പോഴും ഈ ഡിപ്പെൻഡൻസീസ് ഒക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. ആ ഒരു രീതിയാണ് ശ്രീജ്യോതി ചെയ്തത്. രണ്ട് രീതിയിലും ചെയ്യാം. ചിലപ്പോ ചിലപ്പോ എറർ വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും അത് ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. നമുക്ക് നോക്കാം. ഇപ്പൊ എന്താണ്, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ നമ്മുടെ package.jsonനകത്ത് കണ്ടോ വന്നേക്കുന്ന അലൂർ പ്ലേറൈറ്റ്, അതിന്റെ വേർഷനും കാര്യങ്ങളൊക്കെ വന്നു. കണ്ടോ? കാണണ്ടോ? ആരോണ്ട് വന്നോ നോക്കിയേ package.jsonനകത്ത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ അലൂർ റിപ്പോർട്ടിങ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. റൺ ചെയ്യാൻ വേണ്ടി പറയാനുള്ള കോഡ് അലൂർ റിപ്പോർട്ടിങ് ആദ്യം എന്ത് ചെയ്യണം, ഒരു പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റിലാണ് എന്ത് ചെയ്യേണ്ടത്, ആദ്യം ജനറേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അതെന്ത് ചെയ്യാണ്, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ഈ കോഡ് പറഞ്ഞുതരാം ആദ്യം. ഇതിന് മുന്നേ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു, സ്ക്രിപ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് എന്ന് നോക്കാം. ഓക്കെ, അതായത് അലൂർ റിപ്പോർട്ടിങ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ് nps playwright text hyphen reporter equal to line. മീൻസ് അത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ആദ്യം ലൈൻ LINE ലൈൻ കഴിഞ്ഞിട്ടില്ലടാ, ഇനിയുണ്ട്. കോമ അലൂർ പ്ലേറൈറ്റ്. ആദ്യം ഒരു പ്ലെയിൻ ടെക്സ്റ്റിൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത് അലൂർ ഹൈഫൺ പ്ലേറൈറ്റ്. ഓക്കെ, ഇത് വർക്കായോ? റൺ ചെയ്ത് റിപ്പോർട്ടർ ലൈനകത്താണ് വന്നേക്കുന്നത്. ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത് അതിനകത്ത് തന്നെ ഉണ്ടാവും അത് റൺ ചെയ്യാനുള്ള കോഡ്. അതിനകത്ത് കോപ്പി ചെയ്തെടുക്കാം. നമുക്ക് സ്ക്രോൾ ചെയ്ത് മെല്ലെ പോകാം. ഇതേ കണ്ടോ ആ ഒരു ഇത്, അത് ജസ്റ്റ് കോപ്പി ചെയ്തെടുത്ത് അതന്നെയല്ലേ നമ്മൾ അടിച്ചു കൊടുത്തത്. nps playwright -report. അതിനകത്ത് എന്താ ഇഷ്യൂ വന്നേക്കുന്ന? റിക്വയറോ ടെസ്റ്റ് റിക്വയറോ? ശ്രീജ്യോതി അതൊന്ന് കോപ്പി ചാറ്റിലിടാം.
ആദ്യം കൊടുത്ത സ്പെല്ലിംഗ് തോന്നുന്നു തെറ്റ്. റിപ്പോർട്ടറിന്റെ റിപ്പോർട്ട് എന്ന് മാത്രമേ കൊടുത്തുള്ളൂ, റിപ്പോർട്ടറിന് കൊടുത്തില്ല. ഓക്കെ, ഇതിനകത്ത് എന്താ ഇഷ്യൂ വന്നേക്കുന്നത്? റെഫറൻസ് റിക്വയർ ഈസ് നോട്ട് ഡിഫൈൻഡ്. ഇത് മറ്റേ മൊഡ്യൂൾ ചോയ്സിന്റെ എററാ. മൊഡ്യൂളിന് കൊടുത്തത് കൊണ്ടുള്ള എററാണ്. ടൈപ്പ് ഈക്വൽ ടു മൊഡ്യൂൾ കൊടുത്തില്ലേ, അതൊന്ന് കളഞ്ഞാടാ. ചിലപ്പോൾ അത് കളയുമ്പോൾ വീണ്ടും ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് തന്നെ ടൈപ്പ് ഈക്വൽ ടു 5th ലൈനിൽ കൊടുത്തേക്കുന്നുണ്ടോ, അതൊന്ന് കളഞ്ഞ്. ഇതിന്റെ ഉള്ളിലാണോ? പാക്കേജ് ഡോട്ട് ജെയ്സണിനകത്ത് 5th ലൈനിൽ കൊടുത്തേക്കുന്നത് ഇത് വേണ്ട. കളയുമ്പോൾ ചിലപ്പോൾ വേറെ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് നോക്കാം. ഇത് ആക്ച്വലി ആ ഫോൾഡറിലുള്ള എല്ലാം റൺ ആവും അല്ലേ? ടെസ്റ്റ് എന്നല്ല കൊടുത്തിട്ടുള്ളൂ നമ്മള്. അപ്പൊ എല്ലാം എന്ത് ചെയ്യും? പാരലലി റൺ ആവും. ഓക്കെ, അത് റൺ ആവട്ടെ. നമ്മുടെ ഇതിന്റെ എല്ലാത്തിന്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്ത് കാണിച്ചു തരും, കാരണം ഒരു ടെസ്റ്റ് മാത്രമല്ലല്ലോ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ടിൽ പോസ് ചെയ്തതൊക്കെ റിലീസ് ചെയ്ത് വെക്കണടാ. നമ്മൾ ഏതെങ്കിലും ഒരു ഫയൽ നെയിം സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ റൺ ആവുള്ളൂ. നമ്മൾ ഐ ഫ്രെയിമിന്റെ ടെസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ? ഇല്ല. അതും കൂടെ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ ഓർമ്മിപ്പിക്കണേ ഐ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ സ്ക്രിപ്റ്റ്സ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടെ. അത് കഴിഞ്ഞിട്ടാണ് ഹലോ റിപ്പോർട്ടിങ് വിട്ട് വേണം. അത് ഇത്ര ടെസ്റ്റ് ഉണ്ട്, എല്ലാ ടെസ്റ്റ് റണ്ണാവും. നമുക്കറിയാലോ നമ്മൾ ചെയ്ത ടെസ്റ്റുകളൊക്കെ ഇപ്പോഴും പാസ് ചെയ്യുന്നില്ലെന്ന്. ഓക്കെ, മാനുവലി ക്ലോസ് ചെയ്താൽ മതിയോ? അത് കഴിഞ്ഞോ? അതോ പോസ് കൊടുത്തോണ്ട് നിൽക്കുന്നതാണോ? മനസ്സിലാകുന്നു. ഒരുപാട് ഓപ്പണായി ഇപ്പൊ കണ്ടു. പോസ് കൊടുത്ത്. ഓക്കെ, ഇതിനകത്ത് വന്നേക്കുന്നുണ്ടോ? നമുക്ക് 50 ടെസ്റ്റേഴ്സ് ആണ്. എത്ര ടെസ്റ്റ് മൊത്തത്തിൽ റൺ ചെയ്യാൻ കൊടുത്തു നമ്മള്? മുകളിൽ 18 എണ്ണം കണ്ടു കൊടുത്തു. അതായത് ഇതിന്റെ റിപ്പോർട്ടിന്റെ വെയിറ്റ് ഫ്രണ്ടിൽ, റിപ്പോർട്ടിന്റെ മുകൾ ഭാഗം, ഈ കൺസോളില്, ഇതിന്റെ ഏറ്റവും മുകളില് മൊത്തത്തില് ഏറ്റവും ഫ്രണ്ടിലെടുത്ത് എല്ലാ ടെസ്റ്റിന്റെയും കാണിച്ചേക്കുക. കണ്ടോ? എല്ലാ ടെസ്റ്റും നമുക്ക്, ഇത് നോർമൽ ടെസ്റ്റ്. നമ്മൾ പറഞ്ഞു നോർമൽ ഫോർമാറ്റിൽ ടെസ്റ്റ് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ അടുത്തടാ ടെസ്റ്റ് റൺ ചെയ്തിട്ടുണ്ട്. സ്ക്രോൾ ചെയ്ത് ഇനി അതിന്റെ താഴെ തന്നെ കണ്ടോ അടുത്തത് എന്ത് ചെയ്യണം? ഇതിന്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യണം? അലു റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ജനറേറ്റ് ചെയ്തിട്ട് അതിൽ ഓപ്പൺ ചെയ്യണം ഈ റിപ്പോർട്ട്. അതിനുള്ള കമാൻഡാ അടുത്തത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? അത് കോപ്പി ചെയ്ത് കൊടുത്തേ, പേസ്റ്റ്. ആരോണ്ട് കിട്ടിയ? ഓക്കെ, റിപ്പോർട്ട് സക്സസ്ഫുള്ളി. അപ്പൊ നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, അലു റിസൾട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ പോയി, ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്തേടാ, കാണിച്ചു കൊടുത്തേ. ഒഫീഷ്യൽ വെബ്സൈറ്റ് അതിനകത്ത് കണ്ടോ ഈ ഒരു കോഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ജനറേറ്റ് റിപ്പോർട്ട് ആഫ്റ്റർ ദ ടെസ്റ്റേഴ്സ് ആർ എക്സിക്യൂട്ടഡ്. ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന്റെ എന്ത് വേണം? റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്തു? ഈ കോഡ് പറഞ്ഞു കൊടുത്തു. ഈ കോഡ് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഒരു അലു റിസൾട്ട്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ജനറേറ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ ഫയൽ എടുത്തേ. ഓക്കെ, അതിനകത്ത് നമ്മൾ എവിടെയാണ് ടെസ്റ്റ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന? അലു റിസൾട്ട്സ്. ഓക്കെ, അലു റിപ്പോർട്ട് കണ്ടോ? അലു റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്.
ഓക്കെ 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 ഇതന്നെ ഈ ഒരു ഫോൾഡർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് നമ്മുടെ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒരു കാര്യം ചെയ്യും. ഇതിന്റെ കോഡൊന്ന് ഒരു ചോദ്യം അയച്ചു ഈ ആ. വെബ്സൈറ്റ് നോക്കിയിട്ട് കിട്ടുന്നു. അതല്ല, അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി അത് ചെയ്തു. ഇത് ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് അലൂർ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഓപ്പൺ ആയി ജനറേറ്റ് ആയി വരും. കണ്ടോ, റിപ്പോർട്ട് സക്സസ്ഫുള്ളി ജനറേറ്റഡ് അലൂർ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരും. മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അലൂർ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എനിക്കെന്തോ എറർ വരുന്നു. അന്ന് സ്ക്രീൻഷോട്ട് The term allure is not recognized number. ഞാൻ ഷെയർ ചെയ്യണം. അലൂർ ജനറേറ്റ് പാർട്ടി സിംഗർ ഈ സെയിം പാർട്ടി തന്നെയല്ലേ നമ്മൾ അലൂർ ഇൻസ്റ്റാൾ ചെയ്തത്? ഈ സെയിം തന്നെ ഡി പ്ലേ റൈറ്റ് തന്നെയാണ്. ഡീപ് പ്ലേ റൈറ്റിനകത്ത് തന്നെ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത കോഡ് നോക്കട്ടെ, കറക്റ്റ് ആയിട്ടില്ലേ? ഇൻസ്റ്റാൾ ആയി വേർഷനും കാര്യങ്ങളൊക്കെ വന്നില്ലേ നമ്മുടെ ഇതിനകത്ത്? പാക്കേജ് അതെല്ലാം വേർഷൻ എല്ലാം വന്നു, ഇതിനകത്ത് അലൂർ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ജസ്റ്റ് എറർ മെസ്സേജ് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയേ. എറർ മെസ്സേജ്, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബലി ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ -G വെച്ച് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. നമുക്ക് ബ്രൗസ് ചെയ്ത് നോക്കി. എന്നിട്ട് ഓക്കെ Not added. Can't find the alert. പവർ ഷെല്ലിനകത്താണോ ഇൻസ്റ്റാൾ ചെയ്തത്? അല്ല, പവർ ഷെല്ലാണോ യൂസ് ചെയ്തേക്കുന്നത്? അല്ല. CMD. ഓക്കെ, എടുത്ത് റീസ്റ്റാർട്ട് സ്ക്രോൾ ചെയ്ത് നോക്കട്ടെ. ഇതിങ്ങനെ വെരിഫൈ നോക്കട്ടെ. ഇങ്ങനെ ഇതാ അതേ റെക്കഗ്നൈസ് ആവുന്നില്ല. അപ്പോൾ നമ്മുടെ ഇതെടുത്ത് നോക്കട്ടെ, സ്ക്രോൾ ചെയ്ത് താഴെ നോക്കട്ടെ. ഇൻസ്റ്റാൾ ഗ്ലോബലി കമാൻഡ് ഇതൊന്ന് ഗ്ലോബലി ഇൻസ്റ്റാൾ ചെയ്തേടാ. ഈ ഒരു ഇത് യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത്. ഇത് ചില സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യില്ല പറ്റിയത്. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്തത്. ഇതൊന്നും ഇങ്ങനെ ചെയ്യാൻ നല്ലത്. ഇപ്പോ അത് കിട്ടുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും വേർഷൻ കാണിക്കുന്നുണ്ട്. നമ്മൾ വീണ്ടും ആദ്യം ചെയ്ത കമന്റ്സ് ഒക്കെ ഒന്നും കൂടെ ചെയ്യാം. ടെസ്റ്റ് റൺ ചെയ്യിക്കണം, എല്ലാം ഒന്നും കൂടെ ചെയ്യാം. ഇതിന് ഓക്കെ, റിപ്പോർട്ട് ജനറേറ്റ് ആയി. അലൂർ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ജനറേറ്റ് ചെയ്തു. ഓക്കെ, അലൂർ റിപ്പോർട്ട്. ഓക്കെ, നമുക്ക് ഇതെന്താണ്, ഈ റിപ്പോർട്ട് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എടുത്ത്, നമുക്ക് എല്ലാ കമന്റും എപ്പോഴും ഓർത്ത് വെക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പ്ലേ റൈറ്റിന്റെ ആണെങ്കിൽ അതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എല്ലാ കമന്റ്സും ഉണ്ടാവും. അലൂർ ആണെങ്കിൽ അതിനകത്തുണ്ട്. നമ്മൾ ഓർത്ത് വെച്ചാൽ ചിലപ്പോൾ ബൈ മിസ്റ്റേക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് സ്ക്രോൾ ചെയ്ത് ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണോ? ഇതാ NPM ആണ്, ഇതാണെന്നോ വേണ്ടേ? ഇത് തന്നെ. ഇതെടുത്ത് സ്ക്രോൾ ചെയ്ത് ഇതിന്റെ ഇൻസ്റ്റാളേഷൻ ഉണ്ട്. റൺ. ഓക്കെ, സ്ക്രോൾ ചെയ്തോ. സ്ക്രോൾ ചെയ്ത് ഒരു ഓപ്പൺ അലൂർ ഓപ്പൺ എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രോൾ ചെയ്തോ. ഇതാണെന്ന് തോന്നുന്നു. ബാക്ക് അടിച്ച് ഇത് തന്നെ NPM. ഇതാണോ കമാൻഡ് ലൈൻ? ആദ്യത്തെ എപ്പോൾ എടുത്തേ? പ്ലേറൈറ്റ് NPM. പ്ലേറൈറ്റ് NPM. ഓക്കെ, ഇത് അലൂർ പ്ലേറൈറ്റ് അതിനകത്തുണ്ട്.
ഇത് റിപ്പോർട്ട് അതെ. ഓപ്പൺ ചെയ്യാൻ ഇത് കണ്ടോടാ, ഓപ്പണിന്റെ അത് മുകളിൽ നമ്മളിപ്പോൾ ഈ കോഡാ യൂസ് ചെയ്ത് ജനറേറ്റ് അലൂർ റിപ്പോർട്ട്, അതെടുത്ത് വ്യൂ റിപ്പോർട്ടിന്റെ താഴെ ഓക്കെ, രണ്ട് ഓപ്പൺ കമന്റ് ഉണ്ടോ, നമ്മൾ ആദ്യത്തെ ചെയ്തു, റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു, ഇനി എന്ത് ചെയ്യാണ്, അത് ഓപ്പൺ ചെയ്യാം. എവിടുന്ന്, അലൂർ റിപ്പോർട്ടിന്റെ ഉള്ളിൽ നിന്ന് ഇവിടെ റൺ ചെയ്താൽ മതി അല്ലേ? ജസ്റ്റ് എന്നിട്ട്